എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ബുക്ക് റീഡിംഗ് തുടങ്ങുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഏറെ നാളുകളായിട്ട് പലരും എന്നോട് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് മാതാ അമൃതാനന്ദമയിയുടെ ആദ്യകാലത്തെ ബയോഗ്രഫി, അമ്മയുടെ ജീവചരിത്രം എന്തുകൊണ്ട് വായിക്കുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു ബുക്കുണ്ട്. അത് ആരാണ് ഗിഫ്റ്റ് ചെയ്തതെന്ന് അറിയില്ല. നേരത്തെ മുതൽ എൻ്റെ കയ്യിലുള്ളൊരു ബുക്കാണ്. അതിനുമപ്പുറം ഒരു ഗുരു എന്ന നിലയിൽ ആദ്യമായിട്ടൊരു ഗുരുവിനെ ഞാൻ കണ്ടത് മാതാ അമൃതാനന്ദമയ്യ, നേരിട്ട് കണ്ടത് മാതാ അമൃതാനന്ദമയ്യാണ്. പിന്നെ ഞാനൊരു 3-4 വട്ടം അമ്മയെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ആ ഒരു ജെനുവിനായിട്ടുള്ള ആ ഒരു സ്നേഹം, അമ്മയുടെ മാനവകുലത്തിനോടുള്ള ഒരു സ്നേഹം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ആരെക്കൊണ്ടും സാധിക്കാത്തൊരു കാര്യമാണ് 10-12 മണിക്കൂറൊക്കെ സുഖാസനത്തിലാണെങ്കിലും പത്മാസനത്തിലാണെങ്കിലും ഒക്കെ ഇരുന്നിട്ട് എല്ലാവരെയും ഹഗ് ചെയ്യുക എന്നുള്ളത്. അത് ഫിസിക്കലി ഭയങ്കര സ്ട്രെയിൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ടത്. ഇപ്പം അടുത്ത കാലത്തൊന്നും അമ്മയെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. കാരണം ഒരേ ഇരിപ്പിരുന്നിട്ട് എത്രയോ പേർക്ക് ദർശനം കൊടുക്കുന്നു. ഒന്നും പ്രതീക്ഷിക്കാതെ അമ്മയുടെ അടുത്ത് വരുന്നവരെ എല്ലാവരെയും ഹഗ് ചെയ്യുന്നു. അവരുടെ ചെവിയിൽ നല്ല വാക്കുകൾ പറയുന്നു, സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയുന്നു. അപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ തന്നെ ലോക ഗുരുവായിട്ട് ഉയർന്നിരിക്കുന്ന മാതാ അമൃതാനന്ദമയി ഒരു സാധാരണ കുടുംബത്തിൽ, മുക്കോ കുടുംബത്തിൽ ജനിച്ചിട്ട് തൻ്റെ ആത്മീയ ചൈതന്യം കൊണ്ട് മാത്രം തൻ്റെ ആത്മീയ ചൈതന്യം കൊണ്ട് മാത്രം ലോകമെമ്പാടുമുള്ളവർ അമ്മ എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ആ ഒരു മനസ്സിൻ്റെ ശുദ്ധിയെ തന്നെയാണ് കാണിക്കുന്നത്. ഏതൊരു ഗുരുക്കന്മാരെ എന്ന പോലെയും, ഭാരതത്തിലെ ഏതൊരു ഗുരുക്കന്മാരെ എന്ന പോലെയും മാതാ അമൃതാനന്ദമയ്യെ പറ്റിയും ഒരുപാട് ഗോസിപ്പുകളും ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ അതിന് ചെവി കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. കാരണം സത്യസായിബാബയെ പറ്റിയും ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പം ഏതൊരു ഗുരുവിനെ പറ്റിയാണെങ്കിലും തേജോവധം ചെയ്യാനായിട്ട് ഒരുപാട് കഥകളുണ്ടാവും. എൻ്റെ ഗുരുവായ മോഹൻജിയെ പറ്റിയും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ചെവി കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പോൾ എൻ്റെ സമയക്കുറവ് മൂലമാണ് ഞാനിത് ശരിക്കും പറഞ്ഞാൽ തുടങ്ങാതിരുന്നത്. കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുഴുമിപ്പിക്കണം. പലപ്പോഴും എനിക്ക് സമയം കിട്ടാറില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും ഞാൻ തുടങ്ങുകയാണ്. സമയം പോലെ അത് മുഴുമിപ്പിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും മാതാ അമൃതാനന്ദമയിയുടെ ആത്മകഥയല്ല, അമ്മയല്ല എഴുതിയിരിക്കുന്ന, നമ്മുടെ ഒരു ശിഷ്യൻ എഴുതിയിരിക്കുന്ന ഒരു ബയോഗ്രഫിയിലേക്ക് സ്വാഗതം. യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. സർവഭൂതങ്ങളിലും മാതൃരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. ഈ ഒരു ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് അമ്മയുടെ ഒരു ശിഷ്യനായ എം രാമകൃഷ്ണൻ നായരാണ്. ഈ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് 1986 ഇത് 2ാം പതിപ്പാണ്. ഇതിൻ്റെ മുഖവുര വായിക്കാം. ഈശ്വരഗതി നിഗൂഢവും ആശ്ചര്യകരവുമാണ്. അത് സ്ഥൂലബുദ്ധികൾക്ക് അഗമ്യമാണ്, സൂക്ഷ്മബുദ്ധികൾക്ക് സുഗമമാണ്. അതുകൊണ്ട് മഹാത്മാക്കളെ അധികം പേർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് മാനിക്കുക സാധാരണമല്ല. മാതാ അമൃതാനന്ദമയി ദേവിയുടെ കാര്യത്തിലും ഇത് സംഗത്യമാണ്. ആദ്യമൊക്കെ അമ്മയെ അറിയേണ്ടതുപോലെ അറിഞ്ഞവർ വിരളമത്രേ. ആത്മയുടെ അത്ഭുത ജീവിതമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ വിഷയം. ശാസ്ത്രബുദ്ധിയും ഭൗതിക ദൃഷ്ടിയും വളർന്ന ഇന്നത്തെ ലോകം ഇതിൽ വിവരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ വിസമ്മതിച്ചേക്കാം. അതറിഞ്ഞിട്ടും ഇങ്ങനെയൊരു ഗ്രന്ഥം പ്രസിദ്ധം ചെയ്യുന്നതിന് കാരണങ്ങളുണ്ട്. ആരെങ്കിലും അവിശ്വസിക്കും എന്നതുകൊണ്ട് മാത്രം ഒരു മഹാവ്യക്തിയുടെ ജീവിതം രേഖപ്പെടുത്തുവാൻ മടിച്ചുകൂടാ. അവിശ്വാസം അനുഭവം കൊണ്ട് മാറാവുന്നതേയുള്ളൂ. കൂടാതെ ഇത്തരം മറ്റു ഗ്രന്ഥങ്ങൾക്കില്ലാത്ത ഒരു മെച്ചം ഇപ്പോൾ ഈ ഗ്രന്ഥത്തിനുണ്ട്. മുൻകാലത്തെ മഹാത്മാക്കളുടെയും അവതാരങ്ങളുടെയും അത്ഭുത ലീലകൾ പരീക്ഷിച്ച് ബോധ്യപ്പെടുക ഇപ്പോൾ സാധ്യമല്ല. അതുകൊണ്ട് അവിശ്വാസികൾക്ക് വിജയഭേരി മുഴക്കാം. പക്ഷേ ഈ ഗ്രന്ഥത്തിൻ്റെ കാര്യം വേറൊന്നാണ്. 32 വയസ്സ് മാത്രം പ്രായമുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഇതുവരെയുള്ള ജീവിതമാണ് ഇതിലെ പ്രതിപാദ്യം. ഓർക്കുക, ഇത് 1986 ഇത് പറയുന്നത്. ഇത് 2nd വോളിയമാണ്. മാതാ അമൃതാനന്ദമയി ദേവിയെ നേരിൽ കണ്ട് സംശയ നിവൃത്തി വരുത്തുവാൻ സംശയാലുക്കൾക്ക് അവസരമുണ്ട്. മറ്റൊന്നുകൂടി, അമ്മയുമായി ബന്ധപ്പെട്ട പലരുടെയും അനുഭവങ്ങൾ ഇതിൽ വിവരിച്ചിരിക്കുന്നു. അവരിൽ മിക്കവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരാകയാൽ നേരിൽ കണ്ട് വസ്തുതകൾ പരിശോധിക്കുവാൻ ജിജ്ഞാസുക്കൾക്ക് സാധിക്കും.
1975 മുതൽ 1985 വരെയുള്ള ഈ കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ നടന്ന സംഭവങ്ങൾ പരിശോധിച്ചറിയുക വിഷമകരമല്ല. സത്യാന്വേഷികൾക്ക് ആത്മീയ പ്രഭാവത്തെ മുഖത്തോട് മുഖം ദർശിക്കുന്നതിനുള്ള അനർഘവും സുദുർലഭവുമായ അവസരമാണിത്. സത്യമായ ഒരു ജീവിതത്തിൻ്റെ മുന്നിൽ കേവല യുക്തിവാദം ബാലിശമാണ്. നട്ടുച്ചയ്ക്ക് കണ്ണടച്ചിട്ട് സൂര്യനില്ല എന്ന് വാദിക്കുന്ന ഭൗതിക യുക്തിവാദം ഇരുട്ടിൻ്റെ സന്തതിയാണ്. മഹത്വത്തെ തടഞ്ഞുവയ്ക്കാൻ ആരാലും സാധ്യമല്ല. അത് സ്വയം പ്രകാശമാണ്. സൂര്യനെ പൊന്തക്കാടുകൾ മറിക്കുമോ? മേഘങ്ങൾക്ക് എത്ര കഴിയും? അവരുടെ ഉൽപ്പത്തിക്ക് കാരണം തന്നെ സൂര്യനാണല്ലോ. കേരളത്തിലെ പടിഞ്ഞാറൻ കടൽ തീരത്ത് ജനിച്ച ഒരു പെൺകുട്ടി 4ാം ക്ലാസ് വരെ മാത്രമേ സ്കൂളിൽ പോയിട്ടുള്ളൂ. സാമ്പത്തികമായി താണ കുടുംബത്തിലെ അംഗം. ആ കുട്ടിയിൽ കൃഷ്ണൻ്റെയും ദേവിയുടെയും അനുഗ്രഹമുണ്ടത് ആര് വിശ്വസിക്കും? എന്തെങ്കിലും രോഗമായിരിക്കണം, അല്ലെങ്കിൽ പണമുണ്ടാക്കാനുള്ള കൃത്രിമ മാർഗം വല്ലതുമായിരിക്കണം. പിന്നിൽ വല്ല ഗൂഢാലോചനയും കാണണം. ഇങ്ങനെ പല വ്യാഖ്യാനങ്ങളായി. ഈശ്വരഭാവത്തിൽ മുഴുകി കൃഷ്ണമയിയായി ദേവീഭാവമയിയായി കഴിഞ്ഞുവന്ന ആ പെൺകുട്ടിയെ മനസ്സിലാക്കുവാൻ ആദ്യം ആരുമില്ലായിരുന്നു. വീട്ടുകാർക്കെല്ലാം ശക്തമായ എതിർപ്പ്. അവർ രോഗത്തിന് ചികിത്സ തുടങ്ങി. ഭക്തിയിൽ ലോകം മറന്ന സഹോദരിയെ കൊല്ലാൻ നിൽക്കുന്ന സഹോദരന്മാർ. ചുറ്റുമുള്ള മനുഷ്യരോ മത്സ്യത്തൊഴിലാളികൾ. ആഴത്തിലുള്ള ആധ്യാത്മികതയ്ക്കൊന്നും സമയവും സൗകര്യവും ലഭിക്കാത്തവർ. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം മൂലം അന്ധവിശ്വാസങ്ങളെ തകർക്കാൻ ബദ്ധകങ്കണർ. ഒരു യുവതി ഭക്തിയുടെ മറവിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്ന പേരിൽ പോലീസ് കേസ് വരെ എത്തി. ഏതെങ്കിലും യുവതിക്ക് കപടനാട്യം കൊണ്ട് മറ്റുള്ളവരെ വഞ്ചിച്ച് പേരും പെരുമയും സമ്പാദിക്കാൻ കഴിയണമെങ്കിൽ വീട്ടുകാരുടെയോ മറ്റ് തൽപരകക്ഷികളുടെയോ നല്ല പിൻബലം വേണം. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടുകാരും നാട്ടുകാരും പരമശത്രുതയിൽ നീങ്ങിയപ്പോഴും സുധാമണി ഈശ്വരമയിയായി ആടിപ്പാടി നടന്നു. കൃഷ്ണഭാവത്തിലും ദേവീഭാവത്തിലും സാധാരണ ഭാവത്തിലും ലീലയാടിക്കൊണ്ട് ജനങ്ങൾക്ക് ഭൗതികവും ആധ്യാത്മികവുമായ ആശ്വാസവും ഔന്നത്യവും നൽകി. ജനങ്ങൾ ആശ്രയം തേടി ഓടിയെത്തി തുടങ്ങി. കാര്യബോധമില്ലാത്ത പല നാട്ടുകാരുടെയും അധിക്ഷേപം സഹിക്കാനാവാതെ സുധാമണി ചത്തുപോയിരുന്നെങ്കിൽ എന്നുവരെ വീട്ടുകാർ ആഗ്രഹിച്ചു. വിദ്യാസമ്പന്നരെന്ന് നടിക്കുന്നവരുടെ ലോകം എത്രയെത്ര അപവാദങ്ങൾ പരത്തി. ആ ഏകാകിനി സഹിച്ച യാതനയ്ക്കും ത്യാഗത്തിനും കണക്കില്ല. എന്നിട്ടോ ആരോടും എതിർക്കാതെ ആരുടെയും സഹായം ആശ്രയിക്കാതെ വിദ്യാവിഹീനയെന്ന് പറയാവുന്ന ധീവരകന്യകയായ സുധാമണി 28 വയസ്സായപ്പോഴേക്കും മാതാ അമൃതാനന്ദമയി ദേവിയായി വളർന്നു. ആത്മീയ ജ്യോതിസായ നിത്യബ്രഹ്മചാരിണിയായ ആ കന്യാമാതാവിൻ്റെ മുന്നിൽ വന്നു ചേർന്ന സുഹൃത്തുക്കളെല്ലാം തലകുനിച്ചു. 1975 22ാം വയസ്സു മുതലാണ് അമ്മയുടെ ദിവ്യത്വം ബാഹ്യലോകത്തിന് പ്രകടമാക്കി തുടങ്ങിയത്. അന്നു മുതൽ അമ്മ കടുത്ത എതിർപ്പുകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് സ്വന്തം ജന്മഗൃഹത്തെ ഒരു ആശ്രമമാക്കി മാറ്റി. സന്യാസികളാകാൻ ആഗ്രഹിച്ചുവന്ന ബ്രഹ്മചാരികളെയും ബ്രഹ്മചാരിണികളെയും സ്വീകരിച്ച് മന്ത്രോപദേശം നൽകി ആധ്യാത്മിക ശിക്ഷണം നൽകി തുടങ്ങി. ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും മഹത്വം ബൃഹത്തുമായ ആത്മീയശക്തി പ്രകടിപ്പിച്ച മറ്റൊരു നാരീരൂപത്തെ ലോകചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാനില്ല എന്നത് ശ്രദ്ധേയമാണ്. അമ്മയുടെ ആത്മീയ ഗുരുവാര്? നമുക്ക് ഗുരുവില്ല, നമ്മൾ ആരുടെയും ഗുരുവുമല്ല എന്ന് കൂടെ പറയുന്ന അമ്മയുടെ ചരിത്രം അത്യന്തം വിസ്മയാവഹമാണ്. ദിവ്യാത്ഭുതം നിറഞ്ഞ ആ ജീവിതകഥയാണ് ഈ ഗ്രന്ഥത്തിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. ഭാരതത്തിൻ്റെ അംഗീകൃത സന്യാസി പരമ്പരകൾ 10 അവയെ ദശനാമി സമ്പ്രദായം എന്ന് പറയുന്നു. അവയിൽ ഏതെങ്കിലും ഒന്നിൽപ്പെടാത്ത സന്യാസികൾക്ക് അംഗീകാരമില്ലാത്തതിനാൽ പരമ്പരയിൽപ്പെട്ട ഗുരുക്കന്മാരെ സ്വീകരിക്കുക ഇവിടെ വഴക്കമാണ്. എന്നാൽ ചില അധികായർ ഇതിന് അപവാദമായിട്ടുണ്ട്. ശ്രീ രമണ മഹർഷിക്ക് പരമ്പരാ ഗുരു ഉണ്ടായിരുന്നില്ല. അരുണാചല ശിവനാണ് നമ്മുടെ ഗുരു എന്നാണ് മഹർഷി പറഞ്ഞിരുന്നത്. ബംഗാളിലെ ആനന്ദമയിമായ്ക്കും പരമ്പരാ ഗുരു ഇല്ലായിരുന്നു. സ്വന്തം അന്തരാത്മാവിനെ തന്നെ ഗുരുവായി സങ്കല്പിച്ച് സ്വയം മന്ത്രദീക്ഷ സ്വീകരിക്കുകയായിരുന്നു. അനേകം ഭക്തന്മാർക്ക് മന്ത്രദീക്ഷ നൽകുകയും ചെയ്തു. മാതാ അമൃതാനന്ദമയി ദേവിക്കും പരമ്പരാനുസൃതം ആത്മീയ ഗുരുവില്ല. ഏതെങ്കിലും സാധനാമാർഗം നാമമാത്രമായി പോലും അമ്മയെ ആരും പഠിപ്പിച്ചതുമില്ല. അമ്മ പറയും രാമകൃഷ്ണദേവൻ നമ്മുടെ അച്ഛനാണ്. വേറൊരിക്കൽ പറയും പ്രകൃതിയിലുള്ളതെല്ലാം നമ്മുടെ ഗുരുവാണ്. പിന്നെ പറയും നമുക്ക് ഗുരുവുമില്ല ശിഷ്യരുമില്ല. ചിലപ്പോൾ അമ്മ കൂട്ടിച്ചേർക്കും നമുക്ക് അച്ഛനുമില്ല അമ്മയുമില്ല ഗുരുവുമില്ല. നമ്മുടെ മൂപ്പിലാൻ പരമശിവനാണ്. മൂപ്പിലാൻ എന്നതിലെ ധ്വനിയിൽ കേൾവിക്കാർ ചിരിക്കും. ഗുരുവില്ലാതെ ഗ്രന്ഥം തൊടാതെ എല്ലാ വേദാന്തങ്ങളും ശാസ്ത്രങ്ങളും അമ്മയുടെ നാവിൻ തുമ്പിലുണ്ടെന്ന് പിൽക്കാലത്തെ എല്ലാവർക്കും ബോധ്യമായി.
അതിനാൽ കൂടെ കൊണ്ടുവന്ന സഹജ ജ്ഞാനമാണ് അമ്മയിലുള്ളത് എന്ന് കാണാം. സൂര്യനെ വഴികാട്ടുവാൻ മെഴുകുതിരി വേണ്ട, നടരാജനെ നടനം പഠിപ്പിക്കാൻ നാട്ടുവൻ വേണ്ട. അതുപോലെ ആത്മീയ ജ്യോതിസുകൾക്ക് പരമ്പരാഗുരുക്കന്മാർ വേണമെന്ന് നിർബന്ധമില്ല എന്ന് വന്നുകൂടുന്നു. മറ്റു വിദ്യകൾക്കെന്ന പോലെ ആത്മവിദ്യയ്ക്കും ഗുരു അനുപേക്ഷണീയമെന്നാണ് ആർഷമതം. അതുകൊണ്ട് ചില അവതാര പുരുഷന്മാർ പോലും മാതൃകയ്ക്ക് വേണ്ടി ഗുരുവിനെ വരിച്ചിട്ടുണ്ട്. ശ്രീരാമൻ വസിഷ്ഠനിൽ നിന്ന് യോഗാവാസിഷ്ടം ശ്രവിച്ചു. കൃഷ്ണൻ സാന്ദീപനിയുടെ പക്കൽ നിന്ന് ആത്മവിദ്യ അഭ്യസിച്ചു. ശ്രീരാമകൃഷ്ണദേവൻ ഒന്നിലധികം ഗുരുക്കന്മാരെ സ്വീകരിച്ചു. ഗുരുകൃപ കൂടാതെ വാസനാക്ഷയവും ലക്ഷ്യപ്രാപ്തിയും സാധ്യമല്ല എന്ന് അമ്മ തന്നെ ആവർത്തിച്ച് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ആർഷപാരമ്പര്യത്തെ മാനിക്കുന്നതിൽ അമ്മ അതീവ ശ്രദ്ധാലുവുമാണ്. അതുകൊണ്ട് ആശ്രമത്തിലെ ബ്രഹ്മചാരികൾക്ക് അമ്മ സ്വയം ബ്രഹ്മചര്യ ദീക്ഷയോ സന്യാസി ദീക്ഷയോ നൽകുന്നില്ല. പുരി എന്ന ഗുരുപരമ്പരയിൽപ്പെട്ടവർ വഴിയാണ് അമ്മ അവർക്ക് ദീക്ഷ നൽകിയിട്ടുള്ളത്. അതേസമയം അമ്മ ഒരു ഗുരുപരമ്പരയിലും പെടുന്നില്ല. എല്ലാ ബന്ധനങ്ങൾക്കും അതീതയായി വർത്തിക്കുന്നു. ഇത് മനഃപൂർവ്വവും അർത്ഥവത്വമാകാതെ തരമില്ല. ഈ ഒരൊറ്റ കാര്യത്തെ ആശ്രയിച്ച് തൻ്റെ മക്കൾ തത്വം ഗ്രഹിക്കട്ടെ എന്ന് അമ്മ കാരുണ്യം കാണിച്ചതാകാൻ സാധ്യത കാണുന്നു. ആ തത്വം എന്താണെന്ന് ഓരോ വ്യക്തിയും സ്വന്തം നിലയിൽ കണ്ടെത്തണം. അമ്മ ജന്മനാ പൂർണ്ണതയിൽ വർത്തിക്കുന്നു. അങ്ങനെയുള്ളവരെ നാം അവതാരങ്ങൾ എന്ന് വിവരിച്ചു പോരുന്നു. രാമന്റെ മഹത്വം വെളിവാക്കാൻ ഒരു വാൽമീകി വേണ്ടി വന്നു. ശ്രീകൃഷ്ണന്റെ മഹത്വം പ്രകാശിപ്പിക്കാൻ ഒരു വ്യാസൻ ആവശ്യമായി വന്നു. ഇന്നും ആത്മീയ ശക്തി ഭൂമിയിൽ പ്രവർത്തിക്കുന്നു. ഈ പുണ്യചരിത്രം കീർത്തിച്ചു പാടുവാൻ വാൽമീകി എവിടെ? വ്യാസൻ എവിടെ? അല്പജ്ഞർ അമ്മയെ എങ്ങനെ അറിഞ്ഞു കീർത്തിക്കും? മഹാമായ ആദ്യന്തഹീനമായി സംവിധാനം ചെയ്തിരിക്കുന്ന വിശ്വലീലാ നാടകത്തിന്റെ ചില ഹ്രസ്വ ദൃശ്യങ്ങൾ മാത്രം കാണുന്ന നാം എങ്ങനെ അതിനെ വിലയിരുത്തും? എങ്കിലും മക്കൾ പ്രേമം കൊണ്ട് അമ്മയുടെ കഥകൾ കഴിവുള്ളതുപോലെ പറയും. സൂചനകൾ നൽകിയിടാം ഞാൻ ഏതാണീ പൊരുളെന്ന് മാനസമേ ഊഹിച്ചു നീ അറിഞ്ഞുകൊള്ളുക. ഉയർന്ന ആധ്യാത്മികതയുള്ള വ്യക്തികളെ തിരിച്ചറിയുന്നതിന് ഒരാൾക്ക് പ്രധാനമായി 3 യോഗ്യതകൾ വേണം. 1. വ്യക്തിപരമായ മഹത്വ പരിഗണന വച്ചുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുക. 2. ഹൃദയനിവാസിയായ ആത്മാവിനെ അറിയുവാൻ ബുദ്ധിയും വികാരവും തിരിച്ചുവിടുക. 3. ആത്മാർത്ഥതയോടും പ്രേമത്തോടും കൂടി പ്രവർത്തിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായ ലാഭമോ കീർത്തിയോ പ്രതീക്ഷിക്കാതിരിക്കുക. എല്ലാറ്റിനും ഉപരിയായി ഉള്ളിൽ മുഴങ്ങുന്ന ഈശ്വര ശബ്ദം ശ്രവിക്കുക. ഈ ഗുണങ്ങളില്ലാത്തവരെ മഹത്തുക്കൾ തങ്ങളിലേക്ക് ആകർഷിക്കുകയോ മനസ്സിലാക്കി കൊടുക്കുകയോ ഇല്ല. മുകളിൽ പറഞ്ഞിട്ടുള്ള 2ാമത്തെ ഗുണം അനുസരിച്ച് ധ്യാനം തുടങ്ങിയ സാധനകൾ അനുഷ്ഠിക്കാതെ അവതാരത്തെ അറിയുക അസാധ്യമാണ്. പണ്ഡിതനാകട്ടെ, രാഷ്ട്രീയ നേതാവാകട്ടെ, സാഹിത്യകാരനാകട്ടെ, ഉയർന്ന ഉദ്യോഗസ്ഥനാകട്ടെ, പരീക്ഷാ യോഗ്യതകളുള്ള ആളാകട്ടെ, അതിലൊന്നും കാര്യമില്ല. ലോകത്തിന്റെ പുറംതോടെ ഉള്ളൂ എന്ന് പറഞ്ഞു നടക്കുന്ന ബഹിർമുഖർ അവതാരത്തിന്റെ മഹത്വം അറിയാൻ പോകുന്നില്ല. അന്തർമുഖത്വം ഇവിടെ ഒഴിച്ചുകൂടാൻ വയ്യ. മഹാത്മാക്കൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ലഘുചിത്തർ ഇക്കാലത്ത് ധാരാളമുണ്ട്. അയാളെ ഞാൻ കണ്ടതാണ്, ഒരു പ്രത്യേകതയും ഞാൻ കണ്ടില്ല എന്നെല്ലാം ഓരോരുത്തർ പറയാറുണ്ട്. മഹത്വം മനസ്സിലാക്കുവാൻ തങ്ങൾക്ക് കഴിവും യോഗ്യതയും ഉണ്ടോ എന്ന് ഇക്കൂട്ടർ ചിന്തിക്കാറില്ല. ആരെയും മനസ്സിലാക്കാനും എന്ത് സർട്ടിഫിക്കറ്റ് നൽകാനും അർഹതയുണ്ടെന്ന് വൃഥാ കരുതുന്നവരുടെ എണ്ണം കൂടി വരുന്നത് തികച്ചും ഖേദകരമാണ്. അജ്ഞാനികളിൽ നിന്നും അഹങ്കാരികളിൽ നിന്നും ദൈവം ദൂരെയാണ്. വിനയമില്ലാത്തിടത്ത് ഭഗവാൻ തീരെ അടുക്കുകയില്ല. ഈശ്വരൻ മനസ്സിലാക്കി കൊടുക്കുന്നില്ലെങ്കിൽ ഒരാൾക്ക് അസാധാരണ വ്യക്തികളെ തിരിച്ചറിയുക സാധ്യമല്ല. സുഹൃത്തികൾ ദിവ്യാത്മാക്കളെ പൂജിക്കുമ്പോൾ ദുഷ്കൃതികൾ ഇങ്ങനെ പരിതപിക്കും. കഷ്ടം, ഇവർക്ക് എന്തു പറ്റി? ഈ ശാസ്ത്രയുഗത്തിലും ഇത്തരം വിഡ്ഢികളുണ്ടല്ലോ. അന്ധവിശ്വാസികൾ, മൂഢന്മാർ. തങ്ങൾക്ക് ചേരുന്ന വിശേഷണങ്ങൾ അവർ അന്യരുടെ നേരെ പ്രയോഗിക്കും. വാസ്തവത്തിൽ സഹതാപം അർഹിക്കുന്നത് അവരാണ് എന്ന് അവർ അറിയുന്നില്ല. മഹത്വം മനസ്സിലാക്കുവാൻ ത്രാണിയില്ലാതെ ഈശ്വരന്റെ മുന്നിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന അവരെക്കാൾ ഗതികെട്ടവർ വേറെ ആരുണ്ട്? ആത്മതത്വത്തെയും പ്രപഞ്ചരഹസ്യത്തെയും തേടാതെ ഉദരംഭരികളും ഇന്ദ്രിയാരാമന്മാരും പരോപദ്രവകാരികളുമായി സ്വാർത്ഥപൂരിതമായ മൃഗജീവിതം നയിക്കുന്നതാണ് ശാസ്ത്രീയതയും യുക്തിഭദ്രതയുമെന്ന് നാം ഘോഷിച്ചു നടക്കണോ? വിവേകം മനുഷ്യർക്ക് ഇത്രമാത്രം ത്യാജ്യവസ്തുവാകണോ? അമ്മയുടെ ജീവിത ചരിത്രഭാഗവും സംഭാഷണ ഭാഗവും പരസ്പര പൂരകങ്ങളാണ്. ജീവിത ചരിത്രത്തിലൂടെ വെളിവാകുന്ന അമ്മയുടെ മഹത്വം സംഭാഷണ ഭാഗത്തിൽ കൂടുതൽ പ്രകാശമാർജിക്കുന്നു. അമ്മയുടെ സംഭാഷണങ്ങൾ വായിക്കുമ്പോൾ ജീവിത ചരിത്രത്തിൽ വിവരിച്ചിരിക്കുന്ന മഹത്തായ ജീവിതവും അത്ഭുത കർമ്മങ്ങളും വിശ്വാസയോഗ്യമായി തീരുന്നു. വിദ്യാവിഹീനയെന്ന് പറയാവുന്ന ഒരു ഗ്രാമീണ യുവതിയിൽ നിന്ന് അതിഗഹനങ്ങളായ തത്വങ്ങൾ അനർഗളം പ്രവഹിക്കുന്നത് തന്നെ ചിന്താവിഷയമാണ്. ദൃക്സാക്ഷി വിവരണത്തിന്റെ സ്വഭാവമുള്ളതിനാൽ സംഭാഷണ ഭാഗവും ജീവിത ചരിത്ര സ്വഭാവമുള്ളതാണ്. അമ്മയുടെ മഹത്വത്തിന്റെ മാനദണ്ഡം എന്തെന്ന് നോക്കാം.
ഉദാത്തമായ ആത്മീയതയാണ് അമ്മയെ അമ്മ ആക്കുന്നത്. സത്യനിഷ്ഠ, അഹിംസ, ഭൂതദയ, കാരുണ്യം, അനഹങ്കാരത, വിനയം, അഭൗമമായ സഹനശക്തി, ക്ഷമാശീലം, ത്യാഗം, ജന്മമാതൃപ്രേമം, അനന്തജ്ഞാനം, ബ്രഹ്മചാരികൾക്ക് നൽകുന്ന അനന്യലബ്ധമായ പരിശീലനം, ഒരു നോട്ടം കൊണ്ടോ സ്പർശം കൊണ്ടോ സങ്കല്പമാത്രത്താലോ ഒരു സാധകനെ നിർവികൽപ്പ സമാധി വരെ ഉയർത്താനുള്ള കഴിവ്, തന്നെ സമീപിക്കുന്നവരുടെ ലൗകിക വാസനകളെ ഭസ്മീകരിക്കുവാനുള്ള അമ്മയുടെ പ്രഭാവം, അമ്മയുടെ സാന്നിധ്യമാത്രത്താൽ അസ്വസ്ഥമാനസർക്ക് കിട്ടുന്ന ശാന്തി, സമാധാനം, ഇവയിലെല്ലാമാണ് അമ്മയുടെ മഹത്വം ദർശിക്കേണ്ടത്. ഇവയെ അപേക്ഷിച്ച് കുറഞ്ഞ സ്ഥാനമേ അമ്മയുടെ മറ്റ് അത്ഭുത ശക്തി പ്രകടനങ്ങൾക്കുള്ളൂ. രോഗശമനം, ഉദ്യോഗലബ്ധി തുടങ്ങിയ ഭൗതിക കാര്യങ്ങൾ അമ്മ സങ്കല്പമാത്രത്തിൽ സാധിച്ചു കൊടുക്കാറുണ്ട്. ലൗകികരെ അത് കൂടുതൽ ആകർഷിക്കുമെങ്കിലും അമ്മയുടെ ആധ്യാത്മിക തേജസ്സാണ് ആത്മീയ അന്വേഷികളെ ആകർഷിക്കുന്നത്. അമ്മയുടെ അഭൗമമായ പ്രേമം ശ്രദ്ധിക്കുക. സർവചരാചരങ്ങളെയും തന്നിൽ ആമഗ്നമാക്കുന്ന അമ്മയുടെ ദിവ്യപ്രേമത്തിനു മുന്നിൽ കേവല യുക്തിവാദം എത്ര ദുർബലമാണ്. മാതൃപ്രേമത്തിനു മുന്നിൽ യുക്തിചിന്തയ്ക്ക് സ്ഥാനമില്ല. ആ പ്രേമസുധാസാഗരത്തിൽ അലിഞ്ഞൊഴുകുവാനുള്ള ആമന്ത്രണം മാത്രമായി തീർന്നാൽ തന്നെ ഈ ഗ്രന്ഥം സഫലമാണ്. പ്രിയമുള്ളവരെ, മാതാ അമൃതാനന്ദമയി ഇപ്പോൾ ലോകപ്രശസ്തയാണ്, ലോകാരാധ്യയാണ്. എങ്കിലും എത്ര കഠിനമായ പരീക്ഷണങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും കടന്നു പോന്നിട്ടാണ് മാതാ അമൃതാനന്ദമയി എന്നുള്ള ഇന്നത്തെ നമ്മുടെ അമ്മ രൂപപ്പെട്ടത് എന്നുള്ളത് ഈ ഒരു ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. എല്ലാ പ്രേക്ഷകരും ഈ ഒരു വായനയിലൂടെ മാതാ അമൃതാനന്ദമയെക്കുറിച്ച് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.